നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 4 മാസം മുമ്പ് 70 ലക്ഷം രൂപ ലോട്ടറി അടിച്ച യുവാവിനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കേരള സർക്കാരിന്റെ സ്ത്രീശക്തി ലോട്ടറിയിൽ 70 ലക്ഷം രൂപ നേടിയ കാസർഗോഡ് നെല്ലിക്കുന്ന് ബീച്ച് റോഡിലെ ബേക്കറി ഉടമ വിവേക് ഷെട്ടിയാണ് സ്വന്തം ബേക്കറിക്കകത്ത് തൂങ്ങിമരിച്ചത്. സംഭവത്തിൽ കാസർഗോഡ് ടൗൺ പോലീസ് ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തി. സ്ഥിരം മദ്യപാനിയായിരുന്ന യുവാവ് ലോട്ടറി അടിച്ച ശേഷം കൂടുതൽ മദ്യപിച്ചിരുന്നതായാണ് ബന്ധുക്കളുടെ മൊഴിയെന്ന് കാസർഗോഡ് ടൗൺ പോലീസ് HHO ഷാജി പട്ടേരി പറഞ്ഞു. ഇതേ തുടർന്നുള്ള മാനസിക പ്രയാസമാകാം ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും പോലീസിന് ബന്ധുക്കൾ നൽകിയ മൊഴിയിൽ പറയുന്നു. വിവേകിന്റെ ഭാര്യ ആരതി 7 മാസം ഗർഭിണിയാണ്. ദമ്പതികൾക്ക് ആൽവി എന്ന പേരായ മകനുമുണ്ട്. നാട്ടുകാർക്കാർക്കും യാതൊരു ശല്യവും ഉണ്ടാക്കാത്ത യുവാവായിരുന്നു വിവേക് എന്ന് കാസർഗോഡ് മുനിസിപ്പാലിറ്റി കൗൺസിലർ വീണ പറഞ്ഞു. യുവാവിന് മദ്യപാനത്തെ തുടർന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. മറ്റ് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നതായി അറിവില്ലെന്നും അവർ പറഞ്ഞു. മദ്യപാനം നിയന്ത്രിക്കുന്നതിനായി യുവാവ് ശബരിമല വ്രതം നോറ്റിരുന്നുവെന്നും മണ്ഡലകാലത്ത് അയ്യപ്പ ദർശനം നടത്തിയിരുന്നുവെന്നും വിവേകിന്റെ നാട്ടുകാരനായ അനിൽ പറഞ്ഞു. ഈ സമയത്ത് ഒട്ടും തന്നെ മദ്യപിച്ചിരുന്നില്ല. എന്നാൽ വ്രതം അവസാനിപ്പിച്ച ശേഷം വീണ്ടും മദ്യപിച്ചിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. 4 മാസം മുമ്പാണ് വിവേക് ഷെട്ടിക്ക് 70 ലക്ഷം രൂപയുടെ ലോട്ടറി അടിച്ചത്. ഇതിൽ നിന്ന് 44 ലക്ഷം രൂപയാണ് യുവാവിന് ലഭിച്ചത്. ഇതിന്റെ വലിയ സന്തോഷം കുടുംബത്തിലാകെ ഉണ്ടായിരുന്നു. എന്നാൽ വിവേകിന്റെ കടുത്ത മദ്യപാനം കുടുംബത്തെ വിഷമത്തിലാക്കിയിരുന്നുവെന്നും ആത്മഹത്യ നാടിനെ ഒന്നാകെ നടുക്കിയെന്നും കൗൺസിലർ വീണ പറഞ്ഞു. അതേസമയം ഒന്നിനു പിന്നാലെ ഒന്നായി കൊച്ചിയിൽ നടന്ന ചെറുതും വലുതുമായ മോഷണ കേസിൽ ഒരാൾ അറസ്റ്റിലായി. അന്തർ സംസ്ഥാന മോഷണ സംഘത്തിലെ കണ്ണിയും മലയാളിയുമായ വിവേകാണ് അറസ്റ്റിലായത്. മോഷണങ്ങൾക്ക് പിന്നിൽ വൻ സംഘമെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. KSEB വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥൻ ചമഞ്ഞെത്തി വീട്ടുകാരുടെയും ഓഫീസിലെ ജീവനക്കാരുടെയും ശ്രദ്ധ മാറ്റിയ ശേഷമാണ് വിവേക് വില കൂടിയ സാധനങ്ങൾ മോഷ്ടിച്ചിരുന്നത്. കൊച്ചിയിൽ അടുത്തിടെ നടന്ന മോഷണങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരുന്നു. ഇവരാണ് തമിഴ്നാട്ടിലെ അമ്പൂരിൽ നിന്ന് വിവേകിനെ അറസ്റ്റ് ചെയ്തത്. വിമാനത്തിൽ കൊച്ചിയിലെത്തിയ ശേഷം മോഷണം നടത്തുന്നതാണ് ഇയാളുടെ രീതി. മോഷണം നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തു നിന്ന് ആദ്യം ബൈക്ക് മോഷ്ടിക്കും. പിന്നീട് ഇതിൽ കറങ്ങി നടന്ന് വീടുകളും ഓഫീസുകളും കണ്ടുവയ്ക്കും. ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥൻ ചമഞ്ഞെത്തി മോഷണം നടത്തും. സാധനങ്ങൾ വിറ്റ ശേഷം പണവുമായി വിമാനത്തിൽ തന്നെ മടങ്ങും. എറണാകുളം സൗത്ത് പോലീസ് പരിധിയിൽ നിന്ന് 2 ലാപ്ടോപ്പും ഏലൂർ, അങ്കമാലി എന്നിവിടങ്ങളിൽ നിന്ന് 2 ബൈക്കും മോഷ്ടിച്ചിട്ടുണ്ട്. പാലാരിവട്ടം നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2 വീടുകളിലും മോഷണം നടത്തിയത് താനാണെന്ന് പ്രതി സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. DCPS സുദർശന്റെ നേതൃത്വത്തിലാണ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചത്. എറണാകുളം സൗത്ത് CI പ്രേമാനന്ദൻ, SI മനോജ്, SSCPO നിഖിൽ സുമേഷ്, എറണാകുളം അസിസ്റ്റന്റ് കമ്മീഷണറുടെ സ്ക്വാഡ് അംഗങ്ങളായ SI ജോസി, ASI അനിൽകുമാർ, എറണാകുളം CI പ്രേമാനന്ദൻ, SI മനോജ്, SSCPO നിഖിൽ സുമേഷ്, എറണാകുളം അസിസ്റ്റന്റ് കമ്മീഷണറുടെ സ്ക്വാഡുകളായ SI ജോസി, ASI അനിൽകുമാർ, SSCPO സന്ദീപ് കുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.